ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷം. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനം തേജസ് ദുബായിലെ അന്താരാഷ്ട്ര എയർ ഷോയിൽ ആകാശത്ത് താണ്ഡവം ആടുകയായിരുന്നു. ആ വിമാനത്തിന്റെ നിയന്ത്രണത്തിൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം പേറിപ്പറന്നത് വിംഗ് കമാൻഡർ നമാൻഷ് സിയാൽ. അദ്ദേഹം ഒരു പ്രകടനത്തിനായി ആകാശത്ത് കുതിച്ചുയരുമ്പോൾ താഴെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ വ്യോമശക്തിക്ക് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പ്രദർശനത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 3:40 ആ ആവേശം നിമിഷ നേരം കൊണ്ട് ഭീതിക്ക് വഴിമാറി. ദൃക്സാക്ഷികളുടെ ക്യാമറകളിൽ പതിഞ്ഞ ആ ദൃശ്യം അത് ഹൃദയഭേദകമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാൾ തന്റെ വിമാനവുമായി കുത്തനെയുള്ള ഒരു ഡൈവിലേക്ക് പ്രവേശിക്കുന്നു. തിരികെ കയറാൻ ശ്രമിക്കുന്ന ഒരു പോരാളി, പിന്നെ നിലം തൊടുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന തീകോളം. ആകാശം നിശബ്ദമായി, ആഘോഷം നിലച്ചു. ദുബായ് എയർ ഷോയിലെ ആ കറുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ വ്യോമസേനയ്ക്കൊരു ചോദ്യചിഹ്നമായി മാറി. ആരാണ് ഈ നമാൻഷ് സിയാൽ? അദ്ദേഹത്തിന്റെ മരണം കേവലം ഒരു പൈലറ്റിന്റെ നഷ്ടമാണോ, അതോ ഒരു കുടുംബത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു ഗ്രാമത്തിന്റെ തന്നെ ദുഃഖമാണോ? അന്വേഷണത്തിന്റെ ആദ്യ സൂചനകൾ എന്താണ്? നമ്മുടെ ഏറ്റവും മികച്ച വിമാനത്തിന് ആകാശത്ത് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ അറിയും. ആ വിമാനാഭ്യാസം അത് ലളിതമായിരുന്നില്ല. ലോകത്തിലെ മികച്ച യുദ്ധവിമാനങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദിയായിരുന്നു ദുബായ്. അവിടെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ലോക ശക്തികൾക്ക് മുന്നിൽ പ്രകടനം നടത്തുന്നത്. വിംഗ് കമാൻഡർ സിയാൽ തേജസിന്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയത്. അപകടത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ശ്രമിച്ചത് ഒരു ഹൈജി ടേൺ ആയിരുന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ. യുദ്ധവിമാനങ്ങൾ അതിന്റെ പരിധിയിലേക്ക് പറത്തുമ്പോൾ പൈലറ്റിന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഗുരുത്വാകർഷണ ഫലമാണ് അനുഭവപ്പെടുന്നത്. പരിശീലനം ലഭിച്ച പൈലറ്റുമാർക്ക് പോലും ഈ നിമിഷം വളരെ നിർണായകമാണ്. ഹൈജി ടേൺ എന്താണെന്ന് നോക്കാം. വിമാനം അതിവേഗത്തിൽ കറങ്ങുന്നു. പൈലറ്റിന് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെടും. കരകയറാൻ ബുദ്ധിമുട്ട്. വിമാനം പ്രതീക്ഷിച്ചതുപോലെ നിയന്ത്രണത്തിലേക്ക് തിരികെ എത്തുന്നില്ല. മാരകമായ ഡൈവ്. കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വിമാനം പ്രവേശിക്കുന്നു. ഇംപാക്ട്. നിലത്തുമായി കൂട്ടിയിടിച്ച് തീഗോളമായി മാറുന്നു. ഇന്ത്യൻ വ്യോമസേന തൽക്ഷണം അപകടം സ്ഥിരീകരിച്ചു. അപകടത്തിൽ പൈലറ്റിന് മാരകമായ പരിക്കേറ്റു. IAF അഗാധമായി ഖേദിക്കുന്നു. എന്നാൽ IAF ഉത്തരവിട്ട കോർട്ട് ഓഫ് എൻക്വയറിയാണ് ഇനി നിർണായകമാകുന്നത്. ഇവിടെ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പൈലറ്റിന് ബ്ലാക്ക് ഔട്ട് സംഭവിച്ചോ? വിമാനത്തിന്റെ കൺട്രോൾ സിസ്റ്റത്തിന് തകരാറുണ്ടായിരുന്നു? വിമാനത്തിന്റെ ഇജക്ഷൻ സംവിധാനം പ്രവർത്തിച്ചില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കാരണം ഈ അപകടം 2016 തേജസ് കമ്മീഷൻ ചെയ്തതിനു ശേഷം സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടം മാത്രമാണ്. ഇനി നമുക്ക് വിംഗ് കമാൻഡർ നമാൻഷ് സിയാലിലേക്ക് വരാം. അദ്ദേഹം ആകാശത്തൊരു നക്ഷത്രമായിരുന്നു. പക്ഷേ ആ നക്ഷത്രം ഉദിച്ചുയർന്നത് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ പട്വാൽക്കാട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. സിയാൽ വളർന്നത് ശക്തമായ സൈനിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ജഗന്നാഥ് സിയാൽ ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ കോർപ്സിൽ സേവനമനുഷ്ഠിച്ച വ്യക്തി. ഈ സൈനിക പശ്ചാത്തലമാണ് സിയാലിന് പ്രചോദനമായത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അച്ചടക്കമുള്ള ജീവിതത്തിന് അടിത്തറയിട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ സ്ഥാപനങ്ങളിലൊന്ന് ഇവിടെ ഹണ്ടർ സ്ക്വാഡണിൽ പരിശീലനം. കഠിനമായ ഫൈറ്റർ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി 2009 ഡിസംബർ 24 വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. വിംഗ് കമാൻഡർ പദവിയിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്നത് കേവലം 30കളുടെ മധ്യത്തിൽ വെച്ചാണ്. അദ്ദേഹം വളരെ എളിമയുള്ള വ്യക്തിയായിരുന്നു. വെറും 34 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഇതിനകം സ്ക്വാഡ്രൺ ലീഡർ പദവിയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഒരു പ്രതികരണം നോക്കാം. അദ്ദേഹം പ്രൊഫഷണലിസത്തിനും സമ്മർദ്ദഘട്ടങ്ങളിലും ശാന്തമായ പെരുമാറ്റത്തിനും പേരുകേട്ടവനായിരുന്നു. ദുബായിലെ ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചത് തമിഴ്നാട്ടിലെ സുലൂർ വ്യോമസേനാ സ്റ്റേഷനിൽ സേവനം അനുഷ്ഠിക്കുമ്പോഴാണ്. ലോകവേദിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക അതൊരു വലിയ അംഗീകാരമായിരുന്നു. ഗ്രാമ സർപഞ്ച് പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ അച്ചടക്കമുള്ള ഒരു കുട്ടിയായിരുന്നു സിയാൽ. അപകട വാർത്ത പുറത്തു വന്നപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ ദുഃഖം പങ്കുവെക്കാൻ കുടുംബ വീടിന് പുറത്ത് തടിച്ചുകൂടി. തങ്ങളുടെ ഗ്രാമത്തിന്റെ അഭിമാനം നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു അത്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധീരനും കടമയുള്ളവനും ധീരനുമായ ഒരു പൈലറ്റ് എന്ന് വിശേഷിപ്പിച്ചു. ഓരോ ഫൈറ്റർ പൈലറ്റിന്റെയും വിജയം അവരുടെ കുടുംബത്തിന്റെ നിശബ്ദമായ ത്യാഗമാണ്.
നമാൻ സിയാലിന്റെ ഭാര്യ അഫ്സാനും ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. 2 യുദ്ധവിമാന ഉദ്യോഗസ്ഥർ, ഒന്നിച്ചുള്ള ജീവിതം. അത് സേവനത്തിന്റെയും അച്ചടക്കത്തിന്റെയും പരസ്പര പിന്തുണയുടെയും ജീവിതമായിരുന്നു. അവർക്ക് 6-7 വയസ്സുള്ള ഒരു മകളുണ്ട്. ഈ കുഞ്ഞാണ് ഇനി ഒരു വീരന്റെ ഓർമ്മകളുമായി ജീവിക്കേണ്ടത്. സംഭവ സമയത്ത് അമ്മ ബീനാദേവി മകനെയും മരുമകളെയും കാണാൻ ഹൈദരാബാദിൽ പോയിരുന്നു. ഭാര്യ കൊൽക്കത്തയിലായിരുന്നു. അച്ഛൻ ജഗന്നാഥ് സിയാൽ സുലൂർ എന്ന വ്യോമസേനാ സ്റ്റേഷനിലും. ബന്ധുവായ രമേഷ് കുമാറിന്റെ വാക്കുകൾ ആ വേദനയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് ദുരന്ത വാർത്ത കുടുംബത്തെ തേടിയെത്തിയത്. ടെലിവിഷൻ നെറ്റ്വർക്കുകളിൽ വാർത്ത കാണാൻ പറഞ്ഞ നിമിഷം, ആ നിമിഷം അത് ആ കുടുംബത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പരിശീലനം ലഭിച്ച ആധുനിക വിമാനം പറത്താൻ കഴിവുള്ള ഒരു യുദ്ധവിമാന പൈലറ്റിന്റെ നഷ്ടം നികത്താൻ കഴിയാത്തതാണ്. രാജ്യത്തിന് ധീരനും പ്രതിബദ്ധതയുമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് നഷ്ടമായത്. കുടുംബത്തിന് ഒരു ഭർത്താവിനെ, ഒരു അച്ഛനെ, ഒരു മകനെയാണ് നഷ്ടമായത്. സിയാലിന്റെ അമ്മാവൻ പറഞ്ഞതുപോലെ ഗ്രാമത്തിലെ ആളുകൾ ഇവിടെ ഒത്തുകൂടി. എല്ലാവരും വളരെ ദുഃഖിതരാണ്. ഈ ദുഃഖം കേവലം ഒരു ഗ്രാമത്തിൻ്റെതല്ല, ഇത് ഇന്ത്യയുടെ ദുഃഖമാണ്. വിംഗ് കമാൻഡർ നമാൻ സിയാൽ എന്ന വീരൻ തന്റെ കർത്തവ്യത്തിനിടെ വീരചരമം പ്രാപിച്ചു. തേജസ് വിമാനത്തിന്റെ ആ പതനം ഒരുപക്ഷെ ഒരു സാങ്കേതിക പിഴവാകാം. അതല്ലെങ്കിൽ മനുഷ്യന്റെ പരിധിക്കപ്പുറമുള്ള G-ഫോഴ്സ് ആവാം. കൃത്യമായ ഉത്തരം അന്വേഷണ കോടതിക്ക് മാത്രമേ നൽകാൻ കഴിയൂ. ഇപ്പോൾ അന്വേഷകർ ഫ്ലൈറ്റ് ഡാറ്റ, ആശയവിനിമയ ലോഗുകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവയുടെ ഓരോ അണുവരെയും പരിശോധിക്കും. ലോകത്തിലെ മികച്ച യുദ്ധവിമാന പൈലറ്റുമാരിൽ ഒരാൾക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ വീരന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അദ്ദേഹം ഒരു ഓർമ്മയായിരിക്കില്ല. അദ്ദേഹം നമ്മുടെ ആകാശത്തിന്റെ സംരക്ഷകനായി എന്നും നിലകൊള്ളും.